നമ്മൾ കാടകളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് കാടകൾ തമ്മിൽ പരസ്പരം കൊത്തുകൂടി അവയ്ക്ക് പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അവ മരണപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാടയ്ക്ക് പരസ്പരം കൊത്തുകൂടി മുറിയാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ആ കാടയെ മാറ്റി വേറെ കൂട്ടിലേക്ക് മാറ്റുകയും അതിനു വേണ്ട ചികിത്സയും വലിയ മരുന്നും മറ്റൊക്കെ നമ്മൾ നൽകേണ്ടതാണ്. എൻ്റെ കയ്യിലുള്ള കാടകൾക്ക് ഇതുപോലെ പരസ്പരം കൊത്തുകൂടി പരിക്ക് പറ്റിയപ്പോൾ ഞാൻ അതിന് മരുന്ന് വെക്കാൻ വേണ്ടി വേറെ സെപ്പറേറ്റ് ഒരു കൂട്ടിലേക്ക് തന്നെ മാറ്റിയിരിക്കുകയാണ്. ഇവിടെ 3 കാടകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് 2 എണ്ണത്തിന് ഞാൻ മുമ്പ് മരുന്ന് വെച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒന്ന് ഇന്ന് രാവിലെ മുതലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് മേത്തുനിന്ന് മുറി ആവുകയും ചോരയൊക്കെ ഒലിക്കുന്നു, അല്ലെങ്കിൽ ചോര വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാടകൾ ഏതെങ്കിലും ഒന്നിന് മേത്തും ചോര വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ അവയെ കൊത്തി കൊല്ലുന്നത് വരെ അവര് അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്നിനും മേത്ത് മുറിയായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ കാടയെ നമ്മൾ വേറെ കൂട്ടിലേക്ക് മാറ്റുകയും അതിന് വേണ്ട ചികിത്സ നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ ഒരു കാടന്റെ ബാക്ക് ഉണ്ടോ, നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവ പരസ്പരം കൊത്തുകൂടുന്നതാണ്. ഒരു ചെറിയ മുറിയോ അല്ലെങ്കിൽ ചോരയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവര് കൊത്തുകയും ആ പരിക്ക് പറ്റിയതിനെ അവര് കൊല്ലുകയും ചെയ്യാറുണ്ട്. പല കാടകർഷകരുടെയും ഒരു പ്രധാന പ്രശ്നമാണ് കാട വളർത്തുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കൂടുതൽ കാടകൾ ചത്തുപോകുന്നത്. ചാകാനുള്ള പ്രധാന ഒരു കാരണം ഇതുപോലെ തന്നെ പരിക്ക് പറ്റി കഴിഞ്ഞാൽ അവ നമ്മൾ മാറ്റാത്തത് കൊണ്ട് അവ പരിക്ക് പറ്റിയതിനെ ബാക്കിയെല്ലാം കൂടി ചേർന്ന് കൊത്തിക്കൊല്ലുന്നു. അപ്പം അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പരിക്ക് പറ്റുന്ന കാടയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വേറെ കൂട്ടിലേക്ക് മാറ്റുകയും അതിനു വേണ്ട ചികിത്സ കൊടുക്കുകയും ആ പരിക്ക് പൂർണ്ണമായി ഭേദമായതിനു ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ള കാടയുടെ കൂടെ നമ്മൾ കൂട്ടിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ഇവിടെ മുമ്പ് പരിക്ക് പറ്റിയൊരു കാടയാണ് നിങ്ങൾ കാണുന്നത്. ഉണ്ടോ, നല്ല പരിക്ക് പറ്റി. ഞാൻ ഇതിന് ചികിത്സ നടത്തുകയും വലിയ മരുന്ന് വെച്ചതിന് ശേഷം അവിടെ ഏകദേശം മാറിയിട്ടുണ്ട്. അതുപോലെ ആ മൂലയിലിരിക്കുന്ന കാടക്ക് കൂടുതൽ പരിക്കായിരുന്നു ഉണ്ടായിരുന്നത്, അതിന്റെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. പരിക്ക് പറ്റുന്ന കാടക്ക് അല്ലെങ്കിൽ മുറിയിൽ മരുന്നായിട്ട് പല ആളുകളും പല മരുന്നുകളും ഉപയോഗിക്കാറുണ്ട്. മെഡിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ മൃഗാശുപത്രിയിൽ നിന്നൊക്കെ നല്ല മരുന്നുകളൊക്കെ വാങ്ങാൻ കിട്ടും. എന്നാൽ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു നാടൻ പ്രയോഗമാണ്. ഇവിടെ പച്ചമഞ്ഞൾ എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന ഒരു സാധനമാണ് പച്ചമഞ്ഞൾ എന്ന് പറഞ്ഞാൽ. ഇവ നല്ല രീതിയിൽ കല്ലിലോ അല്ലെങ്കിൽ അമ്മിയിലോ ഉരച്ചതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ആ നീരും അതിൻ്റെ ആ ചണ്ടിയും കൂടി കാടയുടെ മേത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുറിയുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ മുറി ഭേദമാവുന്നതാണ്. ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. എനിക്കിതുകൊണ്ട് നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും പച്ചമഞ്ഞളൊക്കെ ഉണ്ടാവും. അപ്പോൾ കാടനെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വരുത്തിയിട്ട് അവയുടെ മേത്തൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ അവയുടെ മുറി ഉണങ്ങുന്നതാണ്. കാടനെ പിടിച്ചതിന് ശേഷം നമ്മൾ നന്നായി ഉരച്ചെടുത്ത ഈ മഞ്ഞളിൻ്റെ ഇത് കാടയുടെ മുറിയിലേക്ക് നല്ല രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ നല്ല രീതിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാളെ ആകുമ്പോൾ തന്നെ ഏകദേശം മുറി കുറേയൊക്കെ മാറിയത് കാണാം. ഒരു 2-4 ദിവസം തുടർച്ചയായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മുറി പൂർണ്ണമായി നമുക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. പച്ചമഞ്ഞളായതുകൊണ്ട് തന്നെ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുവരെ കാട വളർത്തിയപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണിത്. നമ്മൾ ആദ്യത്തെ 2 കാടകൾക്ക് ഏകദേശം ഭേദമായിട്ടുണ്ട്. ഒരു 2-4 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിലേക്ക് മാറ്റുന്നതാണ് മറ്റുള്ള കാടയുടെ കൂടെ. ഇവയ്ക്ക് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു പെട്ടി അറേഞ്ച് ചെയ്യുകയും അതിനുള്ളിലേക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം അവരെ നല്ല രീതിയിൽ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കാടകൾ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ പല ആളുകളും പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കാടകൾ കൂടുതലായിട്ട് ചത്തുപോകുന്നത്. ചാകാനുള്ള ഒരു പ്രധാന കാരണമാണിത്. ഇവ പരസ്പരം കൊത്തുകൂടി ഏതെങ്കിലും ഒന്നിന് മേത്തിന് ചോര കാണുകയോ അല്ലെങ്കിൽ മുറി കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ അവയെ കൊല്ലുന്നത് വരെ കൊത്തിക്കൊണ്ടിരിക്കും. അപ്പം ആ മുറിയുള്ള കാടയെ എല്ലാ കാടകളും കൂടി ചേർന്ന് കൊത്തി കൊല്ലുന്നതാണ് പതിവ്. അതുകൊണ്ട് നിങ്ങൾ മുറിയുള്ള കാടയെ കാണുകയാണെങ്കിൽ വേഗം വേറെ കൂട്ടിലേക്ക് മാറ്റുകയും അതിന് വേണ്ട ചികിത്സ ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാടയെ നല്ല രീതിയിൽ നോക്കി അവിടെ അസുഖങ്ങളും മറ്റും നല്ല രീതിയിൽ
പരിചരിച്ച് അവയ്ക്ക് നല്ല രീതിയിൽ തീറ്റവും വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അതുപോലെ നല്ല നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയുന്ന രീതിയിൽ കാട വളർത്തുന്നതും എന്തൊക്കെ രീതികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ മുമ്പുള്ള വീഡിയോസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ കാണുന്ന ആളുകൾ മുമ്പുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം.